ഹലോ. അപ്പോൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇപ്പോഴത്തെ എൻ്റെ ഒരു സിറ്റുവേഷനിൽ പറ്റുന്നത് പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ് പാർട്ടം കെയറിനെ പറ്റി. എൻ്റെ ഫസ്റ്റ് പോസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര മധുരമുള്ള ഒരു മെമ്മറിയാണ് എനിക്ക് എപ്പോഴും. കാരണം വളരെ രസകരമായിട്ട് പോയതാണ്. ഭയങ്കരമായിട്ട് കെയർ ലഭിച്ച ഒരു സമയമാണത്. ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഈ പോസ്റ്റ് പാർട്ടം ഡെലിവറി കെയറിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ചിലർ പറയും അതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ, കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ളവർ ഭയങ്കര അത് വലിയൊരു സംഭവമായിട്ട് എടുക്കും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ഉള്ളവരെയൊക്കെ നോക്ക്, അങ്ങനെ കെയർ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, അവർ ഇന്ന് പോയി ഡെലിവറി ആവും, ഉച്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ആവും, പിന്നെ അവർ നോർമൽ ഡേ ടു ഡേ ലൈഫിലോട്ട് കിടക്കുകയാണ്. സോ ഇത് ഇത്ര വലിയ സംഭവമായിട്ട് കരുതേണ്ട ഒരു ആവശ്യമില്ല എന്ന്. ബട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരമ്മ കടന്നു പോകുന്ന അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്റ്റേജിൽ കൂടിയാണ് പ്രഗ്നൻസിയും ഡെലിവറിയും പോസ്റ്റ് പാർട്ടം സ്റ്റേജും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ നമ്മൾ വളരെ കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ്, നമ്മൾ വലിയ വലിയ പേരിട്ടേക്കുന്ന ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജ് അങ്ങനെ കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികളെ കടത്തി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ട് പുരാതന കാലം തൊട്ട് നമ്മുടെ നാട്ടിലൊക്കെ അനുഷ്ഠിച്ച് പോയിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ആചാരമാണ് പ്രസവരക്ഷ എന്ന് പറയുന്നത്. അല്ലേ, പ്രസവരക്ഷ എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാകും. അതത്ര നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. കാരണം ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്ത എനിക്കറിയാം, എനിക്കത് എന്തുമാത്രം ശാരീരികമായിട്ടും മാനസികമായിട്ടും സന്തോഷം തന്നു. നല്ലൊരു ഞാൻ എങ്ങനെയായിരുന്നു ഡെലിവറിക്ക് മുമ്പ്, പ്രഗ്നൻസിക്ക് മുമ്പ് ആ ഒരു സ്റ്റേജിലോട്ട് വിത്തിൻ മന്ത്സ് എനിക്ക് തിരിച്ചു പോകാൻ പറ്റി. കല്യാണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു എന്താ പറയുക മൊമെൻ്റാണ് നമുക്കെല്ലാവർക്കും. അതുപോലെ തന്നെ ഈ പ്രസവവും പ്രസവരക്ഷയും അതൊക്കെ അതുപോലെ തന്നെ നമ്മളങ്ങ് എൻജോയ് ചെയ്യണം, ആ സമയം എല്ലാം യൂട്ടിലൈസ് ചെയ്യണം. സോ നമുക്കത് കൊടുക്കാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷകരമായി അമ്മേനെ ഇരുത്തുക, ആ ഒരു എന്താ പറയുക ഒരു ചേഞ്ചസ് നമ്മുടെ ശരീരത്തിലോട്ട് കാണിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ ചിന്തിക്കുക, ഇനിയിപ്പോൾ കേരളത്തിലാണെങ്കിൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കിതെല്ലാം സാധിക്കും. ഈ വെളിയിലൊക്കെ വന്നിട്ട് യൂറോപ്പിലും ഗൾഫിലും ഒക്കെ വന്നിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതിനുള്ള സമയമില്ല, അതിനുള്ള ആളില്ല, അതിനുള്ള സൗകര്യങ്ങളില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ടതാണ്. സെയിം ടൈമിൽ പറയേണ്ടതുണ്ട്, ചിലരുടെ സിറ്റുവേഷൻസ് അതിനെ അനുവദിക്കത്തില്ല. ശരി കേട്ടോ, ആൾക്കാരില്ല. പിന്നെ നമ്മുടെ ഇപ്പം ഇപ്പോൾ ഡെലിവറി എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ചിലർക്ക് നോർമൽ ഡെലിവറി ആയിരിക്കാം, ചിലർക്ക് സിസേറിയൻ ആയിരിക്കാം. ഈവൻ നോർമൽ ഡെലിവറി ആണെങ്കിൽ തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളുണ്ട്. സോ ആ സമയത്തൊന്നും ചിലപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത്ര കേപ്പബിൾ ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ആ സമയത്ത് ഈ പോസ്റ്റ് പാർട്ടം കെയർ ഒന്നും നമുക്ക് എന്താ പറയുക, അതങ്ങ് സെറ്റാവത്തില്ല. അത് നമ്മുടെ സിറ്റുവേഷനാണ്, വേണം എന്ന് വെച്ചിട്ട് ഒഴിവാക്കുന്ന അതല്ല. അപ്പോൾ അതിനെപ്പറ്റി അല്ല കേട്ടോ ഞാൻ പറയുന്നത്. എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വളരെ ആസ്വദിച്ചൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ജിൻജാൻ്റെ അടുത്ത് പറയുമായിരുന്നു, നമുക്ക് പറ്റുവാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ പോകണം. കാരണം ഞാൻ ഭയങ്കര മെൻ്റലി ഹാപ്പി ആയിരുന്നു. ആ ഹാപ്പിനെസ് എനിക്ക് എൻ്റെ കൊച്ചിനോട്ട് കൊടുക്കാൻ പറ്റി. ഞാൻ വളരെ വളരെ എന്താ പറയുക പെട്ടെന്ന് തന്നെ റീഗെയിൻ ചെയ്തു ആ ഒരു ഇതിൽ നിന്ന്. സോ അങ്ങനെ തന്നെ പോകണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഞങ്ങൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതായത് അവസാന ഘട്ടത്തിലോട്ട് വെക്കാതെ നമ്മൾ അതിനുള്ള മെഡിസിൻസ് ഒക്കെ നാട്ടിൽ നിന്ന് വരുത്തി, അതിനുള്ള എല്ലാം A to Z ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ പ്രസവരക്ഷയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ള മെഡിസിൻസിൻ്റെ എല്ലാം ലിസ്റ്റ് മമ്മിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അതിൻ്റെ ഒരു ആ സാധനങ്ങളെല്ലാം നമ്മൾ വരുത്തിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്, നമ്മൾ ആമസോണിലൊക്കെ കിട്ടും. പക്ഷേ ഞങ്ങൾ ചെയ്തത് ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ കൊണ്ടുവരികയൊക്കെയാണ് ചെയ്തത്. അപ്പം ഞാൻ എന്തൊക്കെ യൂസ് ചെയ്തെന്ന് നോക്കാം. ഫസ്റ്റ് നീലിബ്രങ്ങാതിയുടെ ഓയിലുണ്ട്. ഈ നീലിബ്രങ്ങാതിയുടെ ഓയിൽ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്ന മമ്മി വീട്ടിൽ കാച്ചി തരുന്ന എണ്ണയാണ്. പക്ഷേ നീലിബ്രങ്ങാതി ഏകദേശം ആ ഒരു സെയിം എഫക്റ്റ് ഉള്ളതാണ്. സോ നീലിബ്രങ്ങാതിയുടെ എണ്ണ വരുത്തിച്ചു തലയിൽ തേക്കാൻ വേണ്ടി. അപ്പം ആ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു 60 ദിവസം എണ്ണ തേച്ചിട്ടുള്ളൊരു ഗുളികയായിരുന്നു. ഫസ്റ്റ് ടൈമിൽ അങ്ങനെയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്ത് തരും. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം വേണ്ട താളിപ്പൊടി, ഈ ചെമ്പരത്തി താളിപ്പൊടിയാണേ, ഇത് വെച്ചിട്ട് നന്നായിട്ട് മുടി കഴിയും. അപ്പം ഷാമ്പു ഇട്ട ഒരു എഫക്റ്റ് ഉണ്ടാവത്തില്ല, കാരണം അത്രയും ഓയിലങ്ങ് പോകത്തില്ല. പക്ഷെ തലയ്ക്ക് നല്ലൊരു കുളിർമ കിട്ടും. അപ്പോൾ എണ്ണയും താളിപ്പൊടിയും കൊണ്ടുവന്ന് ധന്വന്തരം കുഴമ്പ്, ഈ ധന്വന്തരം കുഴമ്പുണ്ടല്ലോ ഡെലിവറിക്ക് ശേഷം മാത്രമല്ല, നമ്മുടെ പ്രഗ്നൻസി സ്റ്റേജിൽ ലാസ്റ്റ് ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ ബാക്കിലൊക്കെ നമ്മുടെ ഷോൾഡർ ബോണിൻ്റെ താഴെയായിട്ട് നീര് കെട്ടുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം നമ്മുടെ വയറിങ്ങനെ മുന്നോട്ട് തള്ളുമ്പോൾ നമ്മുടെ നട്ടിൽ പുറകോട്ട് ഇങ്ങനെ വളയും. അപ്പോൾ അതനുസരിച്ച് നല്ല ബാക്ക് പെയിൻ ഉണ്ടാവും, നീര് കെട്ടും. സോ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മയത്തിലൊക്കെ, ഭയങ്കര ഒഴിച്ചിലല്ല,
വയറ്റിലൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമ്മുടെ നടുവൊക്കെ ഒന്ന് തിരുമ്മി കൊടുത്ത് ഒരു ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുകയാണെങ്കിൽ പ്രഗ്നൻസി ടൈമിലും അടിപൊളിയാണ്. സോ അതിനു വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാത്തതാണ്, ഡെലിവറിക്ക് ശേഷം യൂസ് ചെയ്യാൻ വെച്ചതാണ്. പക്ഷേ ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമുണ്ട് കേട്ടോ. സോ ധന്വന്തരം കുഴമ്പ്. ഇനിയുള്ളതാണ് ജീരക അരിഷ്ടം. ചിലർ പറയും ഈ ജീരക അരിഷ്ടം കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് കുഞ്ഞുങ്ങളിലോട്ട് പോകുന്നത്. അപ്പോൾ വയറിന് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാകും ഈ അരിഷ്ടമൊക്കെ കുടിച്ചു കഴിയുമ്പോൾ. നമ്മുടെ ഇതിൽ നമ്മൾ കുടിക്കുന്നു, അത് കുഞ്ഞുങ്ങൾ കുടിക്കുന്നു. അപ്പോൾ ആദ്യം ഈ അരിഷ്ടത്തിൻ്റെയൊക്കെ ഇത് വയറ്റിലോട്ട് ചെന്ന് കഴിയുമ്പോൾ പിള്ളേർക്ക് ചെറുതായിട്ട് ഇതുണ്ട്, രാത്രിയിലൊക്കെ കിടന്ന് കാറും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണേ. പിന്നെയുള്ളതാണ് നൽപ്പാമരാതി ഓയിൽ. ഈ സാധനം നമ്മുടെ ഈ കുങ്കുമപ്പൂവിൻ്റെ ഒക്കെ എന്താ പറയുക സെയിം എഫക്റ്റാണെന്ന് പറയുന്നത്. അമ്മയ്ക്കും കുഞ്ഞിനും ഇത് തേച്ച് കുളിക്കുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു നല്ല സ്കിൻ ടോണൊക്കെ കിട്ടാനും നല്ല ഒരു സോഫ്റ്റ് ആക്കാനും ടാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പോവാനും ഒരു തുടുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ നാൽപ്പാമരാതി വെളിച്ചെണ്ണ. അത് അതിനകത്തിട്ട് കാച്ചെടുത്തേക്കുന്ന ഓയിലാണ്. എന്നുവെച്ചാൽ വെളുത്ത് തുടുക്കും എന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നാട്ടിലൊക്കെ ഉള്ളത് പ്രസവിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ പിന്നെ നല്ലൊരു തുടുപ്പ് കിട്ടുക എന്ന് പറയത്തില്ലേ, അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഇത്. ഇതൊക്കെ ഇട്ടാട്ടോ എന്നെ ആദ്യം കുളിപ്പിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ 30 ദിവസം കഴിഞ്ഞപ്പോൾ ടുട്ടുവിനെ അത് വെച്ചിട്ടാണ് മമ്മി നന്നായിട്ട് കുളിക്കുക. ആദ്യത്തെ കുറച്ച് സമയത്ത് ഇതൊന്നും കുഞ്ഞുങ്ങളിൽ അപ്ലൈ ചെയ്യത്തില്ല. കാരണം ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് കിടന്ന് കുഞ്ഞുങ്ങൾ പുറത്തോട്ട് വരികയാണ്. അത് ഏറ്റവും നല്ലൊരു എന്താ പറയുക പ്ലേസിൽ നിന്ന്. അപ്പോൾ ഓടി വന്ന് ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിന്നിന് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ 30 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവളെ ഇത് തേച്ച് ഇതിൻ്റെ കൂടെ പച്ച മഞ്ഞളും കൂടെ അരച്ച് അതൊക്കെ തേച്ച് ഒരു 10-15 മിനിറ്റ് കിടത്തിയതിന് ശേഷമാണ് കുളിപ്പിച്ചത്. എന്നെ ഇത് ഡെലിവറി കഴിഞ്ഞ് വന്ന് 3-ാം പൊക്കം തൊട്ട് ഈ ഓയിലിനകത്ത് കുറച്ച് പച്ചമഞ്ഞളും കൂടി അരച്ച് മുഖത്തും മേത്തൊക്കെ തേച്ച് ഈ താളിപ്പൊടിയൊക്കെ തേച്ച് ഒക്കെ ഇരുത്തിയിട്ടാണ് കുളിപ്പിച്ചത്. ആ ഒരു എന്താ പറയുക സുഖകരമായ ഒരു മെമ്മറിയിലാണ് ഞാനിപ്പോഴും ഉള്ളത്. ഇപ്രാവശ്യം എന്താവുമെന്ന് അറിയത്തില്ല, പക്ഷേ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ ഇത് കഷായമാണ്, ധന്വന്തരത്തിൻ്റെ കഷായം. ഈ കഷായം കുടിക്കുമ്പോഴും ഞാൻ അരിഷ്ടത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളിലേക്ക് ബ്രസ്റ്റ് മിൽക്കിലൂടെ അത് ചെല്ലാനും വയറിന് ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടാകാനും ചില കുട്ടികളിൽ അത് സാധ്യതയുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ചെല്ലുമ്പോൾ നിങ്ങൾ കഷായം കുടിക്കാറുണ്ടോ, അരിഷ്ടം കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കും പിള്ളേരെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളത് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. പക്ഷേ അതൊരിക്കലും ബേബീനെ ഒത്തിരി ബാഡായിട്ടൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഡൈജഷൻ്റെ ഒരു ഇഷ്യൂ വന്ന് ചിലപ്പോൾ അതുങ്ങൾ കിടന്ന് കരയാൻ ചാൻസ് ഉണ്ട്. ഈ കഷായം കുടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ, അതായത് ഇങ്ങനെ ഈ യൂട്രസിൽ നിന്ന് നമ്മൾ ഇത് അവിടെ സ്ട്രെച്ച് ആവുന്നു, പെൽവിക് മസിൽസ് സ്ട്രെച്ച് ആവും, പെൽവിക് ബോൺ ഇതാവും. സോ അതിനുണ്ടായ ഇഞ്ചുറിയും പിന്നെ ആ ശരീരത്തിൻ്റെ ഒരു ലൂസനിങ് എല്ലാം കഴിക്കാൻ ഈ കഷായം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വയറ് ക്ലീൻ ചെയ്ത് നമ്മുടെ കാരണവന്മാരുടെ ഭാഷയിൽ വയറ് ക്ലീൻ ആയി പോകാൻ വേണ്ടിയിട്ട് കഷായം ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ആദ്യം കഷായം കുടിക്കുക, അതിനുശേഷം അരിഷ്ടം കുടിക്കുക, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം കഷായം തന്നു, അതിന് ശേഷമാണ് നമ്മൾ അരിഷ്ടത്തിലോട്ട് പോയത്. രണ്ടും കൂടെ ഒരുമിച്ചല്ല. അതുപോലെ തന്നെ വേറൊരു ട്രിക്ക് എനിക്ക് നാട്ടിൽ തന്നായിരുന്നു. കുമ്മൻ ഒതുങ്ങുക എന്ന് പറയും. കുമ്മൻ എന്ന് പറയുന്നത് ഒരു നാടൻ ഭാഷ ആണെന്ന് തോന്നുന്നത്. ഇത് ഗ്യാസ് കിട്ടുന്നതിനാണ് ഈ കുമ്മൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുമ്മൻ ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് ഫോർ 2 ആഴ്ചത്തേനാണെന്ന് തോന്നുന്നു. 2 ആഴ്ചത്തേന് എനിക്ക് നമ്മുടെ നാടൻ ബ്രാൻഡി ഇല്ലേ, നാടൻ ബ്രാൻഡി ഒരു 10 ml വെച്ച് രാവിലെ തരുമായിരുന്നേ. അതിനകത്ത് ഇച്ചിരി കുരുമുളക് ചതച്ചിട്ടിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കുഞ്ഞിന് പാലും കൊടുത്ത് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ഈ കിടക്കുന്നതിന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മളെ കിടത്തുമല്ലോ, കാലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ച് കിടത്തും. അപ്പോൾ അതിന് മുമ്പ് ഒരു 10 ml ബ്രാൻഡി വെള്ളം ചേർക്കാതെ കുരുമുളകൊക്കെ ചതച്ചിട്ട് തരുമായിരുന്നു. അത് കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉറങ്ങുകയും ചെയ്യും. ലിറ്ററലി എനിക്കും മനസ്സിലായൊരു എഫക്റ്റ് ആണ്. നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. ഈ വയറ്റിൽ ഗ്യാസ്, അതായത് ഈ കുമ്മൻ കയറത്തില്ല. അപ്പോൾ അത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പൊടിക്കൈയും കൂടെ ഉണ്ടായിരുന്നു. ദൈവം സാഹചര്യവും ഇപ്രാവശ്യം ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നല്ലതായിട്ട് അതിന് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. സോ ഇത്രയും ആണ് ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുത്തിച്ച മരുന്നുകൾ. ഇതെല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണിത്. ഈ സാധനം നമ്മുടെ വയറ് കെട്ടാനുള്ള ബെൽറ്റാണ്. ഇത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ചിലർ പറയുന്നത് അങ്ങനെ വയറിങ്ങനെ നമ്മളിങ്ങനെ മുറുക്കി കെട്ടും, സിക്സാക്ട് പൊസിഷൻ ഇതിൽ നമ്മളിങ്ങനെ കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് കെട്ടും, അതിൻ്റെ മുകളിൽ ബെൽറ്റും കെട്ടും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞ് വന്ന് റൂമിൽ ബെഡിൽ കൊണ്ട് കിടത്തിയപ്പോൾ തന്നെ എൻ്റെ വല്യമ്മ
ഈ ബെൽറ്റങ്ങ് മുറുക്കി കെട്ടി. ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഫസ്റ്റ് കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഈ സിഗ്സാഗിൽ കോട്ടൺ തുണി വെച്ചിട്ട് അടിഭാഗം തൊട്ട് മോള് ഭാഗം വരെ ഇതിങ്ങനെ കെട്ടി അതിൻ്റെ മുകളിൽ ഇതൊരു സപ്പോർട്ട് തന്നതിന് ശേഷം ഫുഡ് തരുവുള്ളായിരുന്നു. ആ ഒരു നല്ലൊരു ഷേപ്പിലോട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്ത സാധനമാണ് നമ്മുടെ ഈ ബെൽറ്റും പിന്നെ ആ തുണിയും. ആ തുണി കോട്ടൻ്റെ സാരിയാണ് ഞങ്ങൾ ഇപ്രാവശ്യം റെഡിയാക്കി വെച്ചേക്കുന്നത്. സോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഡെലിവറി ടൈമിലോട്ട് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. സോറി, 2 സാധനം മറന്നുപോയി. രാസ്നാദി പൊടിയേ. ഇതൊക്കെ ഭയങ്കര സില്ലി ആയിട്ട് തോന്നുന്നു. ഇവിടെയുള്ള കൊച്ചുങ്ങൾക്ക് രാസ്നാദി പൊടിയോ അതൊക്കെ ഇരിക്കട്ടെന്നേ. കാരണം എന്താ വെച്ചാൽ നമുക്കുണ്ടാകുന്ന കൊച്ചല്ലേ, നമ്മൾ ചെയ്യുന്ന പോലെയല്ലേ. അപ്പോൾ അതിനെ കുളിപ്പിച്ചൊക്കെ എടുത്ത് സുന്ദരിയാക്കി എടുത്തതിന് ശേഷം താൻ നിറകയിലൊക്കെ ഒരു നുള്ള രാസ്നാദിയൊക്കെ ചേർത്ത് നമ്മുടെ പാരമ്പര്യം. അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാനില്ലെന്ന് പറയാനും ആൾക്കാരുണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷമാണ്. രാസ്നാദിപ്പൊടി ഉണ്ടേ. പിന്നെ ഇതാണ് ഏറ്റവും വലിയ സംഭവം, വേദകുളി പായ്ക്ക്. കഴിഞ്ഞ പ്രാവശ്യം ആക്ച്വലി ഇങ്ങനെ റെഡിമെയ്ഡ് അല്ലായിരുന്നു എനിക്ക്. ഞങ്ങൾ ഇടുക്കിയിലാണെന്നറിയാമല്ലോ. ഞങ്ങളുടെ പറമ്പിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേദകുളിയുടെ എല്ലാ സാധനങ്ങളും അവൈലബിളാണ്. എല്ലാ സാധനങ്ങളും ഒരു 17 കൂട്ടം എല്ലാ സാധനങ്ങളുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. എൻ്റെ വല്യമ്മയുണ്ട്, പപ്പയുടെ അമ്മ പോയി പറമ്പിൽ പോയിട്ട് ആ ഇല ഈ ഇല എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഫ്രഷായിട്ട്, ഇതുപോലെ പൊടിയല്ല, എല്ലാം പറിച്ചുകൊണ്ട് വന്ന് ഒരു വലിയ കലത്തിനകത്തിട്ട് ഇങ്ങനെ അങ്ങ് വെട്ടി തിളപ്പിച്ച് നല്ല രസമാണ്. നല്ലൊരു വലിയ പ്രോസസ്സായിരുന്നു. പുള്ളിക്കാരി അതെല്ലാം ഇട്ട് പറിച്ചിട്ട് വെട്ടി തിളപ്പിച്ച് കുളിപ്പിച്ച് കിടക്കുമ്പോൾ ഭയങ്കര സുഖം. മേത്തുനിന്നൊക്കെ ഇങ്ങനെ പുക പറക്കുമായിരുന്നു, ഇങ്ങനെ ചൂട് വെള്ളത്തിൽ കുളിച്ചിട്ട് വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്താ പറയുക, അങ്ങനെ ഫ്രഷായിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആയുർവേദ കടയിൽ പോയിട്ട് ഇങ്ങനെ വേദകുളിയുടെ പായ്ക്കെന്ന് പറഞ്ഞാൽ അതിങ്ങനെ തരും. ഇത് 16 ദിവസം കുളിക്കാനുള്ളതാണ്. അപ്പം 16 ഡേയ്സ് കുളിക്കുമ്പം ഇത് ഒറ്റയടിക്കിട്ടല്ല, 16 ഞാൻ വിഭജിച്ച് വെക്കാൻ പോവുക. ഇപ്പം ഓരോ ദിവസവും കുളിക്കാനുള്ളത് തലേദിവസം രാത്രിയിൽ നമ്മൾ വെട്ടി തിളപ്പിച്ചിടും. പിറ്റേ ദിവസം വെള്ളം തിളപ്പിച്ച് അതിനകത്ത് മിക്സ് ചെയ്ത് കുളിക്കും. അങ്ങനെ വേദ കുളിക്കാനുള്ള പാക്കറ്റായത്. സോ അത് റെഡിയാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തേക്കുന്നതെന്ന് അറിയത്തില്ല. എന്തൊക്കെയോ ഇലയോ മരപ്പൊടിയൊക്കെ ഉണ്ട്. ആധികാരികമായൊന്നും ഇതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷെ അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ് വരുന്നതും കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അപ്പം ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഇതാണ്, മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം അല്ല, മാക്സിമം 3 പ്രാവശ്യം കിട്ടുന്ന ഒരു അവസരമാണിത്. നിങ്ങളെയാണ് നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത്. സോ നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെ ഈ സമയത്ത് നോക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ ഫ്യൂച്ചർ. അല്ലാതെ നമ്മൾ ഡെലിവറി ഒക്കെ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തടിച്ചു, അവിടെ ചാടി ഇവിടെ ചാടി, വയറ് ചാടി, സ്ട്രെച്ച് മാർക്ക് ഉണ്ടായി, അതായി ഇതായി, ഇനി എന്തെയോ ഞാൻ ഡെലിവറി കഴിഞ്ഞതല്ലേ, അങ്ങനെ എന്തൊരു കാര്യമില്ല. നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ തന്നെ ആദ്യം സ്നേഹിക്കണം. ഇതെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ വന്നിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് മാക്സിമം സന്തോഷിക്കാനുള്ള സമയമാണ്. നമ്മുടെ സന്തോഷമാണ് മുലപ്പാലിലൂടെ നമ്മൾ കുഞ്ഞുങ്ങളിലോട്ട് കൊടുക്കുന്നത്.